ദേശാഭിമാനി ഫെബ്രുവരി 14 വെള്ളി. വാർത്തകൾ വായിക്കുന്നത് KT ബാലകൃഷ്ണൻ സനോര. പ്രധാന വാർത്തകൾ. ജനാധിപത്യ ഹത്യ, മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം, തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് CPIM. കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനകൾ ഇടഞ്ഞു, 3 മരണം, 31 പേർക്ക് പരിക്ക്, 2 പേരുടെ നില ഗുരുതരം. KSDA സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് തുടക്കം. നിയമസഭ മറുപടി പൊള്ളി, ഒളിച്ചോടി പ്രതിപക്ഷം. മലയോര ഹൈവേ 1288 കോടി ചെലവഴിച്ചു, 250 കിലോമീറ്റർ പൂർത്തിയായി. വാളയാർ ലക്ഷ്യം വെച്ചത് CPM-ന് തുറന്നു പറഞ്ഞ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹി. വന്യജീവി നിയന്ത്രണം സംസ്ഥാനത്തിന് അധികാരമില്ല, കേന്ദ്രം. കേന്ദ്ര ബജറ്റിലെ അവഗണന, കേരള MP-മാർ ധനമന്ത്രിയുടെ മറുപടി പ്രസംഗം ബഹിഷ്കരിച്ചു. വഖഫിൽ JPC റിപ്പോർട്ട് പാർലമെന്റിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഉടൻ. ദേശീയ ഗെയിംസ് മത്സരങ്ങൾ അവസാനിച്ചു, ഇന്ന് സമാപനം. കേരളത്തിന് നിരാശ. വനിതാ പ്രീമിയർ 2020 ക്രിക്കറ്റ് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. വംശീയ കലാപം തകർത്ത മണിപ്പൂരിൽ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളും പൂർണ്ണമായി കവർന്ന് മോദി സർക്കാർ. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അവസാനിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. നാണംകെട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ബീരേന്ദർ സിംഗിന്റെ പിൻഗാമിയെ കണ്ടെത്താൻ BJP-ക്കായില്ല. നിയമസഭ പിരിച്ചുവിട്ട് ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയാൽ ജനവിധി എതിരായിരിക്കുമെന്ന് മനസ്സിലാക്കിയാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത്. 2 നിയമസഭാ സമ്മേളനങ്ങൾ തമ്മിലുള്ള 6 മാസത്തെ ഇടവേള പാടില്ലെന്ന ഭരണഘടനാ വ്യവസ്ഥ ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്. നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കേണ്ട 6 മാസത്തെ ഇടവേള വ്യാഴാഴ്ച അവസാനിച്ചു. 300ഓളം പേരുടെ ജീവനെടുത്ത ബെയ്ത്തി കുക്കി കലാപം കയ്യും കെട്ടി നോക്കുന്ന ബീരേന്ദർ സിംഗിന് BJP ML-മാരുടെ പോലും വിശ്വാസം നഷ്ടപ്പെട്ടു. എന്നാൽ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സമവായം എളുപ്പമല്ലെന്ന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരനായ സഹീബ് പത്ര കേന്ദ്രത്തെ ധരിപ്പിച്ചു. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഉടൻ പിൻവലിച്ച് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് CPM മണിപ്പൂർ സംസ്ഥാന സെക്രട്ടറി ക്ഷത്രിമയും ശാന്ത ആവശ്യപ്പെട്ടു. കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്ത് കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവ എഴുന്നേൽപ്പിനിടെ ആനയിടഞ്ഞ് 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു, 31 പേർക്ക് പരിക്കേറ്റു. കുറുവങ്ങാട്ട് വട്ടക്കണ്ടിത്താഴ ലീല, തൈക്കണ്ടി അമ്മുക്കുട്ടിയമ്മ, ഊരുള്ളൂർ കാര്യാട്ട് രാജൻ എന്നിവരാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 5:30-യോടെയാണ് സംഭവം. പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരം. ഇവരടക്കം പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിലെ പീതാംബരൻ, ഗോകുൽ എന്നീ ആനകളാണ് ഇടഞ്ഞത്. പീതാംബരൻ എന്ന ആന സമീപത്തുള്ള ഗോകുലിനെ കുത്തുകയായിരുന്നു. പരിഭ്രാന്തരായ ആളുകൾ ചിതറിയോടി. ഇടഞ്ഞ ആനകൾ ക്ഷേത്ര പരിസരത്തെ ദേവസ്വം ഓഫീസ് തകർത്തു. ഇത് തകർന്നു വീടാണ് 3 പേരും മരിച്ചത്. പടക്കം പൊട്ടിച്ചപ്പോൾ ആന വിരണ്ടോടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. KSDA സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയർന്നു. പൊതുസമ്മേളന വേദിയായ മുതലക്കുളം മൈതാനിയിലെ സീതാറാം യെച്ചൂരി നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ പ്രദീപ് കുമാർ പതാക ഉയർത്തി. 3 ദിവസത്തെ സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്നീ മുദ്രാവാക്യമുയർത്തി നടക്കുന്ന സമ്മേളനത്തിൽ 750 പ്രതിനിധികൾ പങ്കെടുക്കും. പ്രതിനിധി സമ്മേളനം വെള്ളിയാഴ്ച രാവിലെ 9:30 കോഴിക്കോട് ബീച്ചിലെ സമുദ്ര ഓഡിറ്റോറിയത്തിൽ K. ബാലകൃഷ്ണൻ നമ്പ്യാർ നഗറിൽ വിദ്യാഭ്യാസ വിചക്ഷണൻ ഡോക്ടർ രാം പുനായനി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5-ന് മന്ത്രി KN ബാലഗോപാൽ പ്രഭാഷണം നടത്തും. ശനിയാഴ്ച 11-ന് ട്രേഡ് യൂണിയൻ സമ്മേളനം CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5-ന് കോഴിക്കോട് മുതലക്കുളം മൈതാനിൽ സീതാറാം യെച്ചൂരി നഗറിൽ പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പാതിവില തട്ടിപ്പിലെ ചർച്ച ഒഴിവാക്കാൻ സ്പീക്കറെ ഭീഷണിപ്പെടുത്തിയും നിലവിട്ട് പെരുമാറിയും സഭാ നടപടികളിൽ നിന്ന് ഒളിച്ചോടിയ പ്രതിപക്ഷം. പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ നേതൃത്വത്തിലാണ് സഭാ നടപടികൾ അലങ്കോലമാക്കിയത്. പാതിവില തട്ടിപ്പ് സംബന്ധിച്ച സബ്മിഷൻ മുഖ്യമന്ത്രി മറുപടി പറയും മുമ്പാണ് പ്രതിഷേധം. തട്ടിപ്പിലെ കോൺഗ്രസ് ബന്ധം പുറത്തു വന്നതോടെ മുഖ്യമന്ത്രി മറുപടി പൊളിക്കുമെന്ന് തിരിച്ചറിഞ്ഞായിരുന്നു ഇത്. പ്രതിപക്ഷം നിയമസഭയിൽ നിഷേധ വിധ്വംസകാത്മക നിലപാട് തുടരുകയാണെന്ന് മന്ത്രി MV രാജേഷ് പറഞ്ഞു. നിശ്ചയിച്ചുറപ്പിച്ചാണ് അവർ വ്യാഴാഴ്ച നിയമസഭാ നടപടികൾ അലങ്കോലമാക്കിയതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുപ്രചരണങ്ങളുടെയും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകളുടെയും തകർക്കാൻ ശ്രമിച്ചിട്ടും കരുത്തുകാട്ടി സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സഹകരണ ബാങ്കുകൾ എല്ലാ മേഖലയിലും വളർച്ച നേടിയെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് വെളിപ്പെടുത്തി. വായ്പാ വിതരണത്തിൽ രാജ്യത്ത് 1ാമത് കേരളം. 33 സംസ്ഥാന സഹകരണ ബാങ്കുകളിൽ 50,000 കോടി രൂപ വായ്പാ ബാക്കി നിൽപ്പ് പിന്നിട്ട ആദ്യ ബാങ്ക്. ജനസംഖ്യ ആനുപാതികമായി നൽകേണ്ടതിനേക്കാൾ കൂടുതൽ തുകയാണ് കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി നീക്കിവെക്കുന്നതെന്ന് മന്ത്രി OR കേളു പറഞ്ഞു. സംസ്ഥാനത്ത് പട്ടികജാതി ജനസംഖ്യ 9.10, പട്ടികവർഗ ജനസംഖ്യ 1.5% എന്നിവയിലാണ്.
വാളയാറിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ ആത്മയെ ഉപയോഗിച്ച് CPM-നെതിരെ കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയെന്ന് ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനറായിരുന്ന എ ബാലമുരളി വെളിപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, DCC പ്രസിഡന്റായിരുന്ന VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ എന്നിവരായിരുന്നു ഇതിന് പിന്നിൽ. പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ അമ്മയെ ആദ്യം മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനായിരുന്നു ഇവർ തീരുമാനിച്ചത്. പിന്നീടാണ് CPM-ന് ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിച്ച ധർമ്മടത്തേക്ക് മാറ്റിയത്. അപ്പോഴാണ് ഗൂഢാലോചന ബോധ്യമായതെന്നും ബാലമുരളി വെളിപ്പെടുത്തി. സംസ്ഥാനത്ത് ആംബുലൻസുകളുടെ വാടക നില ഏകീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. 20 കിലോമീറ്റർ കണക്കാക്കിയാണ് മിനിമം ചാർജ് നിശ്ചയിച്ചത്. റിട്ടേൺ ചാർജും ഇതിൽ ഉൾപ്പെടും. അർബുദ രോഗികൾക്കും 12 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കും ഇളവ് അനുവദിക്കും. കാസർഗോഡ് നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ നീളുന്ന 793.68 കിലോമീറ്റർ മലയോര ഹൈവേയുടെ 250 കിലോമീറ്റർ പൂർത്തിയായി. ഒരു വർഷത്തിനുള്ളിൽ 200 കിലോമീറ്റർ കൂടി നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആദ്യ റീച്ചായ കോടഞ്ചേരി കക്കാടംപൊയിൽ റോഡ് ശനിയാഴ്ച മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെയും അനുബന്ധ ഗവേഷണ സ്ഥാപനങ്ങളുടെയും ശാസ്ത്രജ്ഞർ പങ്കെടുക്കുന്ന സയന്റിസ്റ്റ് കോൺക്ലേവ് 15-ന് കോഴിക്കോട്ട് ജലവിഭവ വികസന കേന്ദ്രത്തിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസ്ത്രജ്ഞരുമായി സംവദിക്കും. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം താൽക്കാലികമായി പിരിഞ്ഞു. മാർച്ച് 3-ന് വീണ്ടും ചേരും. വ്യാഴാഴ്ച 2024-25 വർഷത്തെ ബജറ്റിലേക്കുള്ള അന്തിമ ഉപധാനാഭ്യർത്ഥനകൾ പാസാക്കി. സംസ്ഥാന വയോജന കമ്മീഷൻ ബില്ലും വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ബില്ലും സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. നിയമസഭയുടെ നടപ്പ് സമ്മേളനം മാർച്ച് 25-ന് അവസാനിപ്പിക്കാൻ കാര്യോപദേശക സമിതി തീരുമാനിച്ചു. SFI 35ാം സംസ്ഥാന സമ്മേളനത്തിന് പതാക ദിനാചരണം നടത്തി. യൂണിവേഴ്സിറ്റി കോളേജിൽ സംസ്ഥാന സെക്രട്ടറി PM ആഷോ പതാക ഉയർത്തി. ജില്ലാ പ്രസിഡന്റ് M നന്ദനൻ, സെക്രട്ടറി SK ആദിർ എന്നിവർ പങ്കെടുത്തു. ഇരുചക്ര വാഹനങ്ങളടക്കം പകുതി വിലക്ക് നൽകാമെന്ന വാഗ്ദാനം നൽകി പണം തട്ടിയതിൽ വയനാട് ജില്ലയിൽ 1049 പരാതികൾ ലഭിച്ചു. വ്യാഴാഴ്ച വരെ ലഭിച്ച പരാതികൾ പ്രകാരം 6.44 കോടി രൂപയാണ് തട്ടിപ്പിന് ഇരയായവർക്ക് നഷ്ടമായത്. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് UDF വ്യാഴാഴ്ച വയനാട്ടിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം. KSRTC ദീർഘകാല സർവീസ് നടത്തി. എല്ലായിടങ്ങളിലും സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി. ഗ്രാമങ്ങളെ ഹർത്താൽ ബാധിച്ചില്ല. കടകൾ തുറന്നു. ടാക്സികൾ ഉൾപ്പെടെ ഓടി. അമൃത് പദ്ധതിയിൽ കേരളത്തിന് 124.25 കോടി രൂപ കൂടി ലഭ്യമായതായി മന്ത്രി MV രാജേഷ് അറിയിച്ചു. മൂലധന നിക്ഷേപത്തിനായുള്ള പ്രത്യേക പ്രോത്സാഹനമായാണ് ഈ തുക അനുവദിച്ചത്. കോട്ടയത്ത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അതിക്രൂരമായ റാങ്കിങ്ങിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികൾക്കെതിരെ സംസ്ഥാന സർക്കാരും പോലീസും കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് SFI. വിദ്യാർത്ഥികൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടാൽ എന്താകുമെന്നൊരു ഉത്തമ ഉദാഹരണമാണ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാങ്കിംഗ് എന്നും അവർ പറഞ്ഞു. അതിക്രൂരമായ റാങ്കിങ്ങിന്റെ വീഡിയോകളാണ് ഫേസ്ബുക്കിലും വാട്സാപ്പുകളിലും പ്രചരിക്കുന്നത്. വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലും വന്യജീവി സംരക്ഷണ നിയമങ്ങളിൽ ഇളവ് നൽകാതെ കേന്ദ്രം. അപകടകരമായ വന്യജീവികളെ പിടികൂടുന്നതും കൊല്ലുന്നതും സംബന്ധിച്ച ചട്ടങ്ങളിൽ മാറ്റം വരുത്താൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ലെന്ന് രാജ്യസഭയിൽ V ശിവദാസിന്റെ ചോദ്യത്തിന് കേന്ദ്രം മറുപടി നൽകി. കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ മെയ് ആദ്യവാരം നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിൽ രാജ്യത്തെ അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും പങ്കെടുക്കൂ. ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് വ്യാഴാഴ്ച ഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ കൺവെൻഷനാണ് തീരുമാനമെടുത്തത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുമോ എന്ന ചോദ്യത്തിന് ഒഴിഞ്ഞുമാറി കേന്ദ്ര സർക്കാർ. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് വ്യക്തമായ മറുപടി നൽകാതിരുന്നത്. ബജറ്റിലെ കേരളത്തോടുള്ള കേന്ദ്ര അവഗണന വിശദീകരിക്കാനാത്ത ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ധിക്കാരപരമായ നിലപാടിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തു നിന്നുള്ള MPമാർ രാജ്യസഭയിൽ ഇറങ്ങിപ്പോയി. വിവാദ വഖഫ് ബിൽ പരിഗണിച്ച ഭേദഗതികൾ നിർദ്ദേശിച്ച സംയുക്ത പാർലമെന്ററി സമിതി JPCയുടെ റിപ്പോർട്ട് പ്രതിപക്ഷ അംഗങ്ങളുടെ വിയോജിപ്പിനെക്കുറിച്ചുകൾ ഒഴിവാക്കി. പാർലമെന്റിൽ വെച്ചത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ആശ്രിത നിയമനങ്ങൾ നടത്താവൂ എന്ന് സുപ്രീം കോടതി. ജോലിയിലിരിക്കെ മരിക്കുന്ന എല്ലാ ജീവനക്കാരുടെയും ആശ്രിതർക്ക് നിയമനം നൽകുന്ന ലളിതമായ സമവാക്യങ്ങൾ നിലവിലില്ല എന്നും കോടതി വെളിപ്പെടുത്തി. ലോകവാർത്തകൾ. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ഉടൻ തുടങ്ങുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി എന്നിവരുമായി ടെലിഫോണിൽ ചർച്ച നടത്തിയതായും സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. ശ്രീലങ്കയിൽ പുതുതായി അധികാരത്തിലേറ്റ ഇടതുപക്ഷ സർക്കാർ താരിഫ് വെട്ടിക്കുറച്ചതിനെ തുടർന്ന് രാജ്യത്തെ കാറ്റാടിപ്പട പദ്ധതികളിൽ നിന്നും പിന്മാറി അദാനി ഗ്രൂപ്പ് എനർജി. മന്നാർ, പൂനെ എന്നിവിടങ്ങളിൽ 2 കാറ്റാടിപ്പാടം
2 ട്രാൻസ്മിഷൻ പദ്ധതികളും സ്ഥാപിക്കാനുള്ള കരാറാണ് അദാനി കമ്പനിക്ക് ലഭിച്ചിരുന്നത്. മുൻ നിശ്ചയിച്ച പ്രകാരം ബന്ദികളെ ശനിയാഴ്ച ഇസ്രായേലിന് കൈമാറാൻ സന്നദ്ധമാണെന്ന് ഹമാസ് വെളിപ്പെടുത്തി. 3 ബന്ദികളായാണ് കൈമാറുക. കോഴിക്കോട് ജില്ലാ വാർത്തകൾ. കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ മന്ത്രി വീണ ജോർജ് ആശുപത്രി ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും നിർദ്ദേശം നൽകി. കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനകൾ ഇടഞ്ഞതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലുംപ്പെട്ട് 3 പേർ മരിച്ച സംഭവത്തിൽ ദുഃഖകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മരിച്ചവരുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. അപകടത്തിൽ മരണപ്പെട്ടവർ അനുശോചിച്ചു അതീവ ദുഃഖകരമാണെന്നും എം.വി. ഗോവിന്ദനും പ്രതികരിച്ചു. ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ സംഭവത്തിൽ വനമന്ത്രി റിപ്പോർട്ട് തേടി. കലക്ടറോടും ഉത്തരമേഖല DCFനോടുമാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ചട്ടങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി A.K. ശശീന്ദ്രൻ പറഞ്ഞു. സമ്പൂർണ്ണ തരിശുരഹിത ജില്ലയാക്കാനും മാലിന്യമുക്തമാക്കാനും സാന്ത്വന പരിചരണം ഉറപ്പാക്കാനും മികവാർന്ന പദ്ധതികൾ ഒരുങ്ങുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായ കാർഷിക മേഖലയിൽ കുതിക്കാനും ഭിന്നശേഷി ജെൻഡർ വയോജന സൗഹൃദമാകും വിധം ആശയങ്ങൾ നിർദ്ദേശിച്ച് ജില്ലാ പഞ്ചായത്ത് വികസന സെമിനാർ. ജില്ലയുടെ സമഗ്ര വികസനത്തിന് 105 കോടി രൂപയുടെയും 2025-26 വാർഷിക പദ്ധതികൾ ഒരുങ്ങും. ജില്ലയിലെ പഞ്ചായത്ത് നഗരസഭകളുടെ കരട് വാർഡ് വിതരണ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് പരാതികളിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ജില്ലാതല ഹിയറിംഗ് തുടങ്ങി. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ഹിയറിംഗിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ഡീലിമിറ്റേഷൻ ചെയർമാനുമായ M. ഷാജഹാൻ നേരിട്ട് പരാതികൾ കേട്ടു. വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ച ജില്ലയിലെത്തും. ബാലുശ്ശേരി മന്തങ്കാവിൽ നിർമ്മിക്കുന്ന ലൈഫ് ഫ്ളാറ്റ് സമുച്ചയത്തിന് അധിക തുക അനുവദിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി M.B. രാജേഷ് പറഞ്ഞു. K. സച്ചിന്റെ MLAയുടെ സംപ്രേഷണത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. കീഴൂർ പഞ്ചായത്തിലെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കീഴൂർ ഫെസ്റ്റ് 2025 ഘോഷയാത്രയോടെ തുടക്കമായി. T.P. രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഭാഷാശ്രീയുടെയും UA ഖാദർ 4ാം അനുസ്മരണവും സംസ്ഥാന സാഹിത്യ പുരസ്കാര വിതരണവും ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര റീജിയണൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രകാശൻ വെള്ളിയൂർ അധ്യക്ഷനായി. ATM കുത്തി തുറന്ന് കവർച്ച നടത്താനുള്ള ശ്രമത്തിനിടെ പ്രതി പിടിയിലായി. മലപ്പുറം ഒതുക്കൽ സ്വദേശി മോന്തിൽ വീട്ടിൽ വിജേഷിനെയാണ് കൺട്രോൾ റൂം പിടിച്ചത്. ചേവായൂരും പറമ്പിൽ കടവിലുള്ള ATM തകർത്ത് പണം കൊള്ളയടിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇയാൾ പിടിയിലായത്. കളിക്കളം വാർത്തകൾ. ദേശീയ ഗെയിംസ് പ്രകടനത്തിലും മെഡൽ എണ്ണത്തിലും കേരളത്തിന് നിരാശ. 38ാം ദേശീയ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ കേരളം ആദ്യ 10ൽ ഇല്ല. 13 സ്വർണവും 17 വെള്ളിയും 24 വെങ്കലവും ഉൾപ്പെടെ 54 മെഡൽ, 13ാം സ്ഥാനം. വനിതാ പ്രീമിയർ ലീഗിൽ 2020 ക്രിക്കറ്റിൽ 3ാം സീസണിൽ ഇന്ന് തുടങ്ങും. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ജയൻസിനെ നേരിടും. വഡോദരയിൽ പുതിയ കൊട്ടാമ്പി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് കളി. കാലാവസ്ഥ. വെള്ളിയാഴ്ച കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 2 മുതൽ 3 ഡിഗ്രി വരെ സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു.